ഹായ് ഗായ്സ്, നമുക്ക് ഇതേപോലത്തെ സ്റ്റാർസ് ഉണ്ടാക്കിയാലോ? അതും നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട്. അപ്പം ഞാൻ സ്റ്റാറിൻ്റെ അതേ നിറത്തിലുള്ള സ്റ്റിക്കി നോട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് അവിടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ പകുതി മടക്കിയെടുക്കാം. ആ പകുതി മടക്കിയെടുത്തുനിന്ന് വീണ്ടും നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം ഈ മടക്കുന്ന സമയത്ത് നമ്മുടെ ആ മൂലകളൊക്കെ ഒന്ന് പ്രസ്സായി കൊടുക്കണം കേട്ടോ. ആ വരകളൊക്കെ നമുക്ക് ശരിക്കും കാണണം. വീണ്ടും നമ്മൾ തിരിച്ച് വെച്ച് വീണ്ടും തിരിച്ച് വെച്ചതിൻ്റെ പകുതി മടക്കിയ ശേഷം വീണ്ടും അതൊന്ന് മടക്കിയെടുക്കണം. ഈ മടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല വൃത്തിക്ക് തന്നെ മടക്കണം. ആ വരകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാണ്, എന്നാലേ മുറിക്കുമ്പോഴൊക്കെ ശരിയാവുള്ളൂ. അതിനുശേഷം നമ്മൾ പശയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ പശയുള്ള ഭാഗത്തു നിന്ന് ഒരു കത്രിക വെച്ചിട്ട് ഒരു ക്യൂബ് അതായത് മേലത്തൊരു കോളം ഒഴിവായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മേലത്തെ നിര ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ വീണ്ടും അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് വീണ്ടും ഒരു നേരെ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും സ്റ്റിക്കുള്ള സ്ഥലത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ കോളത്തിൻ്റെ അതേ സൈസിൽ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ സ്റ്റാർസ് കാണാൻ അടിപൊളിയല്ലേ? ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് മറ്റേ സ്റ്റാർസ് ഉണ്ടല്ലോ, ശരിക്കുള്ള 5 കോൺസുള്ള സ്റ്റാർസ്. അത് അടിപൊളിയല്ലേ? അതൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഇതിനോട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കാം. അതും നമ്മൾ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ടാണല്ലോ. സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. കാരണം വെറുതെ കിടക്കായിരുന്നു സ്റ്റിക്കി നോട്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാർസ് കണ്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഫുള്ളും മടക്കിയെടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു പശയുള്ള ഭാഗം തന്നെ കിട്ടും. അത് നമുക്ക് മടക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഓരോ മൂലകളും നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റാർസ് ആക്കി എടുക്കാം. അപ്പോൾ 3D ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റാർസ് റെഡി. ഇഷ്ടപ്പെട്ട ബൈ.